ഹായ് ഡിയേഴ്സ്, നമ്മൾ പുതിയ SSCRTയുടെ 10ാം ക്ലാസ്സിലെ ചാപ്റ്റർ 2ലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. സ്വതന്ത്ര ഇന്ത്യയുടെ വർത്തമാനം എന്ന ലെസണിലേക്കാണ് കേട്ടോ. കാരണം ഇപ്പൊ 10ാം ക്ലാസ് എന്ന് പറയുമ്പോൾ അറിയാം, നമുക്ക് ഓരോ ലെസണും വലിയ വലിയ ലെസൺ ആയിരിക്കും. ഇപ്പൊ നമ്മൾ ഒന്നാമത്തെ ലെസൺ എടുത്തു കഴിഞ്ഞു, നമുക്കറിയാം അതിൽ എത്ര മാത്രം പഠിക്കാനുണ്ട് എന്നുള്ളത്. അതേപോലെ നമ്മൾ സ്വതന്ത്ര ഇന്ത്യ വരെ പഠിച്ചു. 47 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യം കിട്ടുന്നത് വരെ പഠിച്ചു. ഇനി സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞ ശേഷം നമുക്ക് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ എന്തൊക്കെയാണ് പഠിക്കാൻ നമുക്കറിയാം. ചേരിചേരാ നയങ്ങള് അങ്ങനെ തുടങ്ങിയിട്ട് ഓരോന്നുമില്ലേ. 47-ന് ശേഷം ഭൂപരിഷ്കരണങ്ങൾ നടന്നതും അതിനെ കുറിച്ചിട്ടൊക്കെ വ്യക്തമായിട്ട് നമുക്ക് ഈ ലെസണിൽ പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, പ്രിലിംസ് എക്സാമിന് നമുക്ക് കേരള ഹിസ്റ്ററി 10 മാർക്ക്, ഇന്ത്യൻ ഹിസ്റ്ററി 10 മാർക്കാണ്. അങ്ങനെയാണല്ലോ. കേരള ഹിസ്റ്ററിയിലും 10 മാർക്ക് ഉണ്ട്, ഇന്ത്യൻ ഹിസ്റ്ററിയിലും 10 മാർക്ക് ഉണ്ട്. അതേപോലെ കോൺസ്റ്റിറ്റ്യൂഷനിലും നമുക്ക് എന്തുണ്ട്, 10 മാർക്ക് ഉണ്ട് അല്ലെ. ഇതൊക്കെ ഈസി ആയിട്ട് SCRT പഠിച്ചാൽ കിട്ടും. നിങ്ങൾ ഇവിടെയും പഠിക്കില്ല, വേറെ എവിടെയും പോയി പഠിക്കും, അവിടെയും പഠിക്കില്ല. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കളിക്കാൻ നിൽക്കണ്ട കേട്ടോ. SCRT നന്നായി പഠിച്ചോ. ഈ മാർക്കൊക്കെ 100 ഉറപ്പാണ്. ആ എക്സാമിന് ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും 100% വരിക. അപ്പൊ പഠിച്ചോളണം. നല്ല മാർക്ക് ഈ ഭാഗങ്ങളിൽ നിന്ന് സ്കോർ ചെയ്യാനായിട്ടും സാധിക്കും കേട്ടോ. ക്ലാസ്സിലേക്ക് കിടക്കാം. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും എന്തെങ്കിലും ക്ലാസ്സിനെ കുറിച്ചിട്ട് വിമർശനങ്ങൾ പറയാനുണ്ടെങ്കിൽ വിമർശനങ്ങളും രേഖപ്പെടുത്തുക കേട്ടോ. അപ്പൊ നമുക്ക് അതിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം. നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് കൊടുക്കുക, അതിലൊന്ന് ജോയിൻ ചെയ്യുക കേട്ടോ. സ്വതന്ത്ര ഇന്ത്യയുടെ വർത്തമാനം. അപ്പൊ ഇതാണ് ലെസൺ. നമുക്ക് കടക്കാതിലേക്ക് പോവാം. വിഭജനാനന്തര ഇന്ത്യ 47 ഓഗസ്റ്റ് 15 നമ്മൾ പറഞ്ഞില്ലേ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് കഴിഞ്ഞ ലെസണിൽ അവിടെ നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. 1947 നമ്മുടെ മൗണ്ട് ബാറ്റൺ പദ്ധതി പ്രകാരം ഇന്ത്യയും പാകിസ്ഥാനും എന്ന് വേർതിരിച്ചിട്ട് ഇന്ത്യക്കും സ്വാതന്ത്ര്യം കൊടുത്തു, പാകിസ്ഥാനും സ്വാതന്ത്ര്യം കൊടുത്തു അല്ലെ. 1947 ഓഗസ്റ്റ് 15 നമ്മുടെ ഇന്ത്യ സ്വാതന്ത്ര്യമായപ്പോൾ 1947 ഓഗസ്റ്റ് 14 പാകിസ്ഥാൻ സ്വതന്ത്രമായത്. ഓക്കെ, അങ്ങനെ വിഭജനം കഴിഞ്ഞു. ആ വിഭജനത്തിന് ശേഷം നമ്മുടെ ഇന്ത്യ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇന്ത്യ വിഭജനത്തിന്റെ വിശദമായ ഭൂപടം തയ്യാറാക്കാനായി പഠിച്ചോളണം ട്ടോ. ഓരോന്നും ഞാൻ പറഞ്ഞു തരാം. ഞാൻ ഇങ്ങനെ വായിക്കുമ്പോ ഞാൻ അവിടെ ഇങ്ങനെ ബ്രാക്കറ്റ് കൊടുക്കാം, അത് നന്നായിട്ട് കമ്പൽ ചെയ്ത് പഠിക്കുക കേട്ടോ. ഇന്ത്യ വിഭജനത്തിന്റെ വിശദമായ ഭൂപടം തയ്യാറാക്കാനായി ലണ്ടനിലെ പ്രസിദ്ധ അഭിഭാഷകനായിരുന്ന സിറിൽ റാഡ്ക്ലിഫിനെ ആയിരുന്നു ചുമതലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. കണ്ടോ, ഇന്ത്യ വിഭജനം അല്ലെ, ഇന്ത്യ പാകിസ്ഥാൻ നമ്മൾ ഇന്ത്യ വിഭജിച്ചു അല്ലെ. ഇന്ത്യ എന്നും പാകിസ്ഥാനും എന്നും വിഭജിക്കാൻ ആരെയാണ് ഏർപ്പെടുത്തിയത് എന്നും PSC ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ എപ്പോഴും സിറിൽ റാഡ്ക്ലിഫ് എന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം ആരാണെന്ന് ഇതുവരെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ഇല്ല. കാരണം അദ്ദേഹം ലണ്ടനിലെ പ്രസിദ്ധ അഭിഭാഷകനായിരുന്ന സിറിൽ റാഡ്ക്ലിഫിനെ ആയിരുന്നു ചുമതലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. വെരി വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. വിഭജനത്തെ തുടർന്ന് ചില ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകൾ പാകിസ്ഥാന്റെ ഭാഗമായി മാറിയെങ്കിലും ബഹുഭൂരിപക്ഷം പ്രദേശങ്ങളും ഇന്ത്യയിൽ തന്നെ നിലനിന്നു. അപ്പൊ നമുക്ക് അവിടെ ഒരു ഇതുണ്ടായിരുന്നു അല്ലെ, പാകിസ്ഥാനിലേക്ക് പോണവര് അല്ലെ, പാകിസ്ഥാനിലേക്ക് പോകാൻ ഇന്ത്യയിൽ നിലനിൽക്കുന്നവർ ഇന്ത്യയിൽ നിലനിൽക്കുക എന്നുള്ള രീതിയിൽ. പക്ഷെ ഏറ്റവും കൂടുതൽ പേരും ഇന്ത്യയിലാണ് നിലനിന്നിരുന്നത് കേട്ടോ. എന്നാൽ ബംഗാള്, പഞ്ചാബ്, ഇവിടെ ഒന്ന് ശ്രദ്ധിക്കണേ, ബംഗാളും പഞ്ചാബ് എന്നീ പ്രവിശ്യകൾ മാത്രം വിഭജിക്കപ്പെട്ടു. പശ്ചിമ ബംഗാൾ ഇന്ത്യയിൽ നിലനിന്നപ്പോൾ, മനസ്സിലായോ? അതായത് ബംഗാളും പഞ്ചാബും എന്നീ പ്രവിശ്യകൾ മാത്രമാണ് എന്ത് ചെയ്തത്, വിഭജിക്കപ്പെട്ടത്. അതില് ബംഗാളിൽ തന്നെ പശ്ചിമ ബംഗാളും ഉണ്ട്, പൂർവ്വ ബംഗാളും ഉണ്ട്. ആ പശ്ചിമ ബംഗാൾ നമ്മുടെ ഇന്ത്യയിൽ നിലനിന്നു, പൂർവ്വ ബംഗാൾ കിഴക്കൻ പാകിസ്ഥാനുമായിട്ട് മാറുകയാണ് ഉണ്ടായത്. അതുപോലെ പൂർവ്വ പഞ്ചാബ് ഇന്ത്യയുടെ ഓപ്പോസിറ്റ് ആയി. ഇവിടെ പൂർവ്വ ബംഗാൾ എന്തായി, പാകിസ്ഥാന്റെ ഭാഗമായി മാറിയപ്പോൾ പൂർവ്വ പഞ്ചാബ് ഇന്ത്യയുടെ ഭാഗമായിട്ട് മാറി. അവിടെ ശ്രദ്ധിക്കണം കേട്ടോ. പശ്ചിമ ബംഗാള് ഇന്ത്യയിൽ നിന്നു, പൂർവ്വ ബംഗാള് കിഴക്കൻ പാകിസ്ഥാനായിട്ട് മാറി. എന്നാൽ പഞ്ചാബിന്റെ കാര്യത്തിൽ പൂർവ്വ പഞ്ചാബ് ഇന്ത്യയുടെയും പശ്ചിമ പഞ്ചാബ് പാകിസ്ഥാന്റെയും ഭാഗമായി മാറി. കൂടാതെ അസമിൽ നടത്തിയ ഹിതപരിശോധന, ഇതൊന്ന് നോട്ട് ചെയ്യണം കേട്ടോ. ഹിതപരിശോധനയെ തുടർന്ന് സിൽഹറ്റ് കിഴക്കൻ പാകിസ്ഥാന്റെ ഭാഗമായി. അടുത്ത റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങളാണ് നിങ്ങളുടെ ഓരോ എക്സാമിനും അടുത്ത റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങളാണ്. പഠിച്ചോളണം. അസമിൽ നടത്തിയത് എന്ത് പരിശോധനയാണ്?
ഹിതപരിശോധനയാണ്. അത് വെരി ഇമ്പോർട്ടന്റ് ആണ്. അതിനെ തുടർന്നിട്ട് സിൽഹെറ്റ്. സിൽഹെറ്റ് കിഴക്കൻ പാകിസ്ഥാന്റെ ഭാഗമായിട്ട് മാറി, ഇന്ത്യയുടെ അല്ല കേട്ടോ. അങ്ങനെ വിഭജനാനന്തരം പാകിസ്ഥാന്റെ ഭാഗമായ പടിഞ്ഞാറൻ പഞ്ചാബിൽ നിന്ന് ഹിന്ദുക്കളും സിഖുകാരും ഇന്ത്യയിലേക്ക് പലായനം ആരംഭിച്ചു. കണ്ടോ, പശ്ചിമ ബംഗാള് പാകിസ്ഥാന്റെ ഭാഗമായി മാറി എന്ന് നമ്മൾ എന്താണ് കണ്ടോ, വിഭജനാനന്തരം പാകിസ്ഥാന്റെ ഭാഗമായ പടിഞ്ഞാറൻ പഞ്ചാബിൽ നിന്ന് അല്ലെ, പടിഞ്ഞാറൻ പഞ്ചാബ് ആരുടെ ഭാഗമായിരുന്നു? പാകിസ്ഥാന്റെ ഭാഗമായിരുന്നു അല്ലെ. പൂർവ പഞ്ചാബ് ആയിരുന്നു നമ്മുടെ ഇന്ത്യയുടെ ഭാഗമായിരുന്നു. പക്ഷേ ഈ പടിഞ്ഞാറൻ പഞ്ചാബിൽ നിന്നുള്ള ഹിന്ദുക്കളും സിഖുകാരും ഒക്കെ എന്തായി? പാകിസ്ഥാൻ വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയിലേക്ക് പലായനം ആരംഭിച്ചു. അതേസമയം ഇന്ത്യൻ പഞ്ചാബിൽ നിന്ന് മുസ്ലിങ്ങള് പാകിസ്ഥാനിലേക്ക് നീങ്ങി. മനസ്സിലായോ? നമ്മുടെ പൂർവ്വ പഞ്ചാബില് കണ്ടോ. അപ്പൊ എന്ത് ചെയ്തു? ഇന്ത്യയിലുണ്ടായിരുന്ന പഞ്ചാബിലെ ആൾക്കാരൊക്കെ എന്ത് ചെയ്തു? ആരാണ്? മുസ്ലിങ്ങൾ കേട്ടോ, പാകിസ്ഥാനിലേക്ക് നീങ്ങി. എന്നാൽ സിഖുകാരും ഹിന്ദുക്കാരൊക്കെ നമ്മുടെ ഇന്ത്യയിലേക്ക് വരികയും പഞ്ചാബിന്റെ ഭാഗമായിട്ടുള്ള മുസ്ലിങ്ങള് എവിടേക്ക് പോയി? പാകിസ്ഥാനിലേക്ക് മാറി. പഞ്ചാബിൽ സംഭവിച്ചതുപോലെയുള്ള ഒരു കൂട്ടപ്പലായനം അവിടെ ഉണ്ടായില്ല. എവിടെ ഉണ്ടായില്ല? ബംഗാളിൽ ഉണ്ടായിട്ടില്ല. ബംഗാളിൽ നിന്നാണ് അങ്ങോട്ട് പോയവർ ഇങ്ങോട്ട് വരും, ഇങ്ങോട്ട് പോയവർ അങ്ങോട്ട് പോയതുണ്ട്. പക്ഷെ പശ്ചിമ ബംഗാളിൽ അങ്ങനെ ഉണ്ടായില്ല. അതിന് കാരണമായിട്ടുള്ള പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്തൊക്കെയാണ്? 1905 ബംഗാൾ വിഭജനത്തിനെതിരായ മുന്നേറ്റത്തിലൂടെ വളർന്ന മതനിരപേക്ഷതയിലൂന്നിയ ദേശീയത. 1900 ബംഗാളിനെ വിഭജിക്കണം എന്ന് തീരുമാനിച്ചു. ആരാ ബംഗാളിനെ വിഭജിക്കണം എന്ന് പറഞ്ഞത്? കേഴ്സൺ പ്രഭു അല്ലേ. കേഴ്സൺ പ്രഭു അല്ലേ 1905 ബംഗാൾ വിഭജിക്കണം എന്ന് പറഞ്ഞത്. 1911 എന്താണ് നമ്മുടെ ഹാർഡിഞ്ച് പ്രഭു ബംഗാൾ വിഭജിക്കേണ്ട, വിഭജനത്തിനെ നിരോധിച്ചത് 1911 ഹാർഡിഞ്ച് പ്രഭുവാണ്. അപ്പോ അതിനു വേണ്ടിയിട്ട് ആ ഒത്തൊരുമയോട് കൂടി നിന്നൂലേ, മതങ്ങളെ എല്ലാം മറന്ന് എല്ലാവരും കൂടി ദേശീയതയിൽ ഊന്നി ഒരു ഇത് കൊണ്ടുവന്നല്ലോ. അപ്പോ എന്ത് ചെയ്തില്ല? ബംഗാളിലുള്ള പഞ്ചാബിൽ നടന്നിട്ടുള്ള കൂട്ടപ്പലായനം എവിടെ നടന്നില്ല? ബംഗാളിൽ നടന്നില്ല. അതിന് കാരണം മതനിരപേക്ഷതയിൽ ഊന്നിയ ദേശീയതയും ബംഗാൾ ജനതയുടെ ഭാഷാപരമായിട്ടുള്ള ഐക്യവും പഠിച്ചോളണേ ബംഗാൾ ജനതയുടെ ഭാഷാപരമായ ഐക്യവും ബ്രഹ്മപുത്ര നദിയും അവയുടെ പോഷക നദികളും ഇരു രാജ്യങ്ങളിലേക്കുമുള്ള പെട്ടെന്നുള്ള പലായനത്തിന് വിഘാതമായത്. മനസ്സിലായോ? ബ്രഹ്മപുത്ര നദിയും അവയുടെ പോഷക നദികളും ഇരു രാജ്യങ്ങളിലേക്കുമുള്ള, അതായത് ഇന്ത്യ രാജ്യത്തിലേക്കും പാകിസ്ഥാൻ രാജ്യത്തിലേക്കുമുള്ള പെട്ടെന്നുള്ള പലായനത്തിന് വിഘാതമായതും. മനസ്സിലാകുന്നുണ്ടോ? ഇതൊക്കെയാണ് എന്ത് ചെയ്തത്? നമ്മുടെ ബംഗാളിൽ കൂട്ടപ്പലായനം നടക്കാതിരിക്കാനുള്ള കാരണം. ഇനി നമ്മൾ സിൽഹറ്റ് പറഞ്ഞു അല്ലെ. സിൽഹറ്റും ഹിതപരിശോധനയും അസമിൽ നടന്നതാണല്ലേ സിൽഹറ്റും ഹിതപരിശോധനയും. എന്താണത് പറഞ്ഞാൽ? ബ്രിട്ടീഷ് ഭരണകാലത്ത് അസം പ്രവിശ്യയുടെ ഭാഗമായിരുന്നു സിൽഹറ്റ്. നാളെ ചോദ്യമാണ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് അസം പ്രവിശ്യയുടെ ഭാഗമായിരുന്ന പ്രദേശം ഏത് എന്ന് ചോദിച്ചാൽ അത് സിൽഹറ്റ് ആണ്. 1947 മൗണ്ട് ബാറ്റൻ പദ്ധതി പ്രകാരം പഞ്ചാബിനെയും ബംഗാളിനെയും വിഭജിക്കുന്നതോടൊപ്പം സിൽഹറ്റിൽ ഹിതപരിശോധന നടത്തുവാൻ ശുപാർശ ചെയ്യുകയും ചെയ്തു. തുടർന്ന് നടന്ന ഹിതപരിശോധനയുടെ ഫലമായി സിൽഹറ്റിലെ ഭൂരിഭാഗം പ്രദേശങ്ങളും കിഴക്കൻ പാകിസ്ഥാനിൽ ചേരുന്നതിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചു. മനസ്സിലായോ? സിൽഹറ്റിലെ കരിങ്കഞ്ച് പ്രദേശം മാത്രമാണ് അസം പ്രവിശ്യയുടെ ഭാഗമായി ഇന്ത്യയോടൊപ്പം നിറഞ്ഞത്. അപ്പോ അസമിലെ സിൽഹറ്റിലെ കരിങ്കഞ്ച് പ്രദേശം മാത്രമാണ് നമ്മുടെ ഇന്ത്യയോട് കൂടി ചേർന്നത്. എന്നാൽ സിൽഹറ്റിൽ ഹിതപരിശോധനയിലൂടെ ഭൂരിഭാഗം പ്രദേശങ്ങളും കിഴക്കൻ പാകിസ്ഥാനുമായിട്ടാണ് കൂടിച്ചേർന്നത്. ഇന്ത്യയുടെ സ്വതന്ത്ര പ്രാപ്തിയെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ബന്ധം വിടർത്തൽ എന്നായിരുന്നു അന്നത്തെ പ്രമുഖ ദിനപത്രമായ മാഞ്ചസ്റ്റർ ഗാർഡിയൻ വിശേഷിപ്പിച്ചത്. ഇനി റാഡ്ക്ലിഫ് വരച്ച അതിർത്തി രേഖ. റാഡ്ക്ലിഫ് ആരാണ്? സിറിൽ റാഡ്ക്ലിഫ് ആരാണ്? ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം അല്ലേ ആ ലൈന് തയ്യാറാക്കിയത് ആരാണ് അതിർത്തി രേഖ തയ്യാറാക്കിയത്? ഇന്ത്യക്കും പാകിസ്ഥാനും അതിർത്തി രേഖ തയ്യാറാക്കിയത് സിറിൽ റാഡ്ക്ലിഫ് ആണ്. അദ്ദേഹം ആരായിരുന്നു? ലണ്ടനിലെ ഒരു അഭിഭാഷകനായിരുന്നു. ഇന്ത്യ പാക് വിഭജനത്തിന്റെ ഭാഗമായി അതിർത്തി രേഖ തയ്യാറാക്കിയ സിറിൽ റാഡ്ക്ലിഫ് അതിനു മുമ്പ് ഇന്ത്യ സന്ദർശിക്കുകയോ ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ മനസ്സിലാക്കുകയോ ചെയ്തിരുന്നില്ല. പക്ഷെ പിന്നെ എങ്ങനെയാണ് അദ്ദേഹം അതിർത്തി രേഖ വരച്ചത്? ഒരു പ്രദേശത്തെ കുറിച്ചിട്ട് മുൻ ധാരണകളില്ലാതെ അദ്ദേഹം എങ്ങനെയാണ് ഇത് ചെയ്തത്? അങ്ങനെ ഇന്ത്യയെക്കുറിച്ച് യാതൊരു മുൻധാരണയും ഇല്ലാതെ വെറും 5 ആഴ്ച കൊണ്ടാണ് അദ്ദേഹം തയ്യാറാക്കിയതാണ് റാഡ്ക്ലിഫ് രേഖ. മനസ്സിലായോ?
ഈയിടെയുണ്ടായ കലാപത്തിനിടയിൽ റാവൽപിണ്ടി ജില്ലയിലെ ഗൽസ ഗ്രാമത്തിലെ 90 സ്ത്രീകൾ കിണറ്റിച്ചാടി മുങ്ങി മരിച്ച സംഭവം പഞ്ചാബിലെ ജനങ്ങളുടെ ഭാവനാശക്തിയെ വല്ലാതെ മതിച്ചിരിക്കുകയാണ്. പുരുഷന്മാർക്ക് അവരെ രക്ഷിക്കാനാകാതെ വരുമ്പോൾ ആത്മാഹുതി നടത്തിയ രാജസ്ഥാനി സ്ത്രീകളുടെ പാരമ്പര്യമാണ് ഇവിടെ പുനർജനിച്ചത്. അങ്ങനെ ഇതാണ് ഒരു കുറേ ഇവിടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. സ്ത്രീകള് 90 സ്ത്രീകള് ഒരു ചെറിയ കിണറ്റിൽ ചാടി, മനസ്സിലായി, അതിൽ 3 പേരെ രക്ഷപ്പെടുത്തി. എല്ലാവർക്കും മുങ്ങി മരിക്കാനുള്ള വെള്ളം ആ കിണറ്റിൽ ഇല്ലായിരുന്നു. അതൊക്കെ എവിടെയാണ് സംഭവിച്ചത്? 90 സ്ത്രീകൾ കിണറ്റിച്ചാടി മുങ്ങി മരിച്ച സംഭവം എവിടെയാണ്? തോവ ഗൽസ ഗ്രാമത്തിലെ റാവൽപിണ്ടി ജില്ലയിലെ, മനസ്സിലായോ, റാവൽപിണ്ടി ജില്ലയിലെ തോവ ഗൽസ ഗ്രാമത്തിലാണ് ഇങ്ങനെ സംഭവിച്ചത്. ഇതിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നത് ആരാണ്? ഊർവശി ബുട്ടാലിയ ആണ്. കണ്ടോ, ഇവിടെ നോക്കാം. മൗനത്തിന്റെ മറുപുറം എന്ന ഗ്രന്ഥത്തിൽ, വെരി വെരി ഇമ്പോർട്ടന്റ്, മൗനത്തിന്റെ മറുപുറം എന്ന ഗ്രന്ഥത്തിൽ ഊർവശി ബുട്ടാലിയ ഉദ്ധരിച്ച വാർത്തയാണ് അവിടെ നേരത്തെ കണ്ടത്. കണ്ടോ, 1947 ഏപ്രിൽ മാസം 15, 47 ഓഗസ്റ്റ് 5 അല്ല, ഏപ്രിൽ മാസം 15 സ്റ്റേറ്റ്സ്മാനിൽ പ്രസിദ്ധീകരിച്ചതാണ്. ആരാണ്? ഊർവശി ബുട്ടാലിയ. മൗനത്തിന്റെ മറുപുറം എന്ന ഗ്രന്ഥത്തില് വിഭജനകാലത്ത് പഞ്ചാബിലെ ജനങ്ങൾക്ക് സമാനമായ നിരവധി ദുരനുഭവങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഉറ്റവരെ നഷ്ടപ്പെട്ട ഓർമ്മകൾ ആ പ്രദേശങ്ങളിൽ ജീവിക്കുന്ന ജനങ്ങളിൽ ഇന്നും കാണാനായിട്ട് കഴിയും. അവരുടെ മനോഭാവവും അഭിപ്രായങ്ങളും രൂപീകരിക്കുന്നതിൽ ഈ ഓർമ്മകൾ ഇന്നും സ്വാധീനം ചെലുത്തുന്നത്. അപ്പൊ ഊർവശി ബുട്ടാലിയ ഏത് ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ച വാർത്തയാണ് മേലെ കൊടുത്തിരിക്കുന്നത്? റാവൽപിണ്ടി ജില്ലയിലെ തോവാഗൽസ ഗ്രാമത്തിൽ 90 സ്ത്രീകൾ കിണറ്റിൽ ചാടി മരിച്ച സംഭവത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത് മൗനത്തിന്റെ മറുപുറം എന്ന ഗ്രന്ഥത്തില് 1947 ഏപ്രിൽ 15 സ്റ്റേറ്റ്സ്മാനിൽ പ്രസിദ്ധീകരിച്ചതാണ് ഇക്കാര്യങ്ങൾ. അങ്ങനെ ഇന്ത്യ വിഭജനം, ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം നിരവധി പ്രശ്നങ്ങൾ, ഇപ്പൊ നമ്മൾ അറിയാം ബംഗാളിലും പഞ്ചാബിലും ഒക്കെ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങള്, അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. എന്തൊക്കെയാന്ന് നോക്കാം. ദ വെരി വെരി ഇമ്പോർട്ടന്റ്, അടുത്ത എക്സാമിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യ പാക് വിഭജനത്തിൽ നേരിട്ട പ്രശ്നങ്ങൾ ഏതൊക്കെയാണ്? ലക്ഷക്കണക്കിന് അഭയാർത്ഥികൾ ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്കും പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്കും പ്രവഹിച്ചു. വ്യാപകമായ ആക്രമണങ്ങൾ ഉണ്ടാവുകയും 10,000 കൊല്ലപ്പെടുകയും ചെയ്തു. കൊൽക്കത്ത, ഡൽഹി, ലാഹോർ തുടങ്ങിയ സ്ഥലങ്ങളിൽ വർഗീയ ലഹളകൾ പുറപ്പെട്ടു. എവിടെയാണ്? ഒന്ന് കൊൽക്കത്ത, ഡൽഹി, ലാഹോർ തുടങ്ങിയ സ്ഥലങ്ങളിൽ വർഗീയ ലഹളകൾ പൊട്ടിപ്പുറപ്പെടുകയും ഒട്ടേറെ സ്ത്രീകൾക്ക് മാനഹാനി സംഭവിക്കുകയും നിരവധി സ്ത്രീകളും കുട്ടികളും തട്ടിക്കൊണ്ടുപോകലിന് ഇരകളാക്കുകയും ചെയ്തു. ഇതൊക്കെ ഇന്ത്യ വിഭജനത്തിൽ നേരിടേണ്ടി വന്ന വെല്ലുവിളികൾ. അടുത്ത് നോക്കൂ, രാഷ്ട്രപിതാവ് രക്തസാക്ഷിയായില്ലേ? രാഷ്ട്രപിതാവ് നമ്മുടെ ആരാ? രാഷ്ട്രപിതാവ് നമ്മുടെ മഹാത്മാഗാന്ധിജിയിലെ. നമ്മുടെ ജീവിതത്തിൽ നിന്ന് വെരി ഇമ്പോർട്ടന്റ്, എപ്പോഴും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇത്. നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രകാശം മാഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ്. പ്രകാശം പൊലിഞ്ഞെന്നാണോ ഞാൻ പറഞ്ഞത്? എനിക്ക് തെറ്റുപറ്റി. പ്രകാശിച്ചിരുന്നത് ഒരു സാധാരണ ദീപമായിരുന്നില്ല. 1000 വർഷങ്ങൾക്ക് ശേഷവും അതിവിടെ പ്രകാശം ചൊരിയും. നൂറ്റാണ്ടുകളിലൂടെ 1000 ഹൃദയങ്ങൾക്ക് അത് ആശ്വാസം പകർന്നുകൊണ്ടിരിക്കും. ഇത് ആരുടെ വാക്കാണ്? അത് ജവഹർലാൽ നെഹ്റുവിന്റെ വാക്കുകളാണ് അല്ലേ? മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വം അറിയിച്ചുകൊണ്ട് അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്ത് നടത്തിയ പ്രസംഗമാണ് കേട്ടോ. ഇതെപ്പോഴും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രകാശം മാഞ്ഞു പോയിരിക്കുന്നു എന്ന് പറയുന്ന ലൈന്. ഹിന്ദു മുസ്ലിം ഐക്യത്തിനായി പ്രയത്നിച്ച ഗാന്ധിജിയെ ന്യൂഡൽഹിയിലെ ബിർള ഹൗസ് അങ്കണത്തിൽ വെച്ച് 1948 ജനുവരി മാസം 30 വർഗീയവാദിയായ നാഥുറാം വിനായക് ഗോഡ്സെ വെടിവെച്ച് കൊലപ്പെടുത്തുകയാണ് അല്ലെ? അദ്ദേഹം മതനിരപേക്ഷതയ്ക്കായിട്ടാണ് പ്രവർത്തിച്ചത് അല്ലെ? ഹിന്ദു മുസ്ലിങ്ങളുടെ ഐക്യത്തിന് വേണ്ടി പ്രയത്നിച്ച ഗാന്ധിജിയെ തന്നെ ന്യൂഡൽഹിയിലെ ബിർള ഹൗസിൽ വെച്ച് 48 ജനുവരി മാസം 30 എന്ത് ചെയ്യുന്നു? വർഗീയവാദിയായ നാഥുറാം വിനായക് ഗോഡ്സെ വെടിവെച്ച് കൊലപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഗാന്ധിജിയുടെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്രയാണ്. അങ്ങനെ നമ്മൾ അങ്ങനെ കഴിഞ്ഞു. കേരളം ഇന്ത്യ സ്വാതന്ത്ര്യപ്രാപ്തിയായി. ഗാന്ധിജി നമ്മുടെ രാഷ്ട്രപിതാവ് മരണത്തിലേക്ക് കീഴടങ്ങി. അങ്ങനെ തുടർന്നു വരുന്നു. അങ്ങനെ നമ്മുടെ ഭരണഘടനയിലേക്കുള്ള പടവുകൾ നടക്കുകയാണ് അല്ലെ? ആധുനിക ഇന്ത്യയുടെ നിർമ്മാണത്തിന് അടിത്തറ പാകിയത് ഭരണഘടനാ രൂപീകരണത്തിലൂടെയായിരുന്നു. 46 ഡിസംബർ 13, വെരി 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 ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. 1948 ഡിസംബർ 13 ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രവർത്തനം ഔപചാരികമായി ആരംഭിച്ചു. ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയം. ആരാണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്? ജവഹർലാൽ നെഹ്റു ആണ്. ഇതൊക്കെ എവിടേക്കുള്ള കാൽവെപ്പാണ്?
നമ്മുടെ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണത്തിലേക്കുള്ള കാൽവെപ്പ് നടക്കുകയാണ്. 46 ഡിസംബർ 46 ഡിസംബർ 13 ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രവർത്തനം ഔപചാരികമായിട്ട് ആരംഭിക്കുകയും ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയം 1947 ജനുവരി മാസം 22 ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിക്കുകയും ചെയ്തു. അപ്പോൾ ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയമാണ് പിന്നീട് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ഇതിലേക്ക് വഴിതെളിയിക്കുന്നത് അല്ലേ 47 ജനുവരി 22 ഭരണഘടനാ നിർമ്മാണ സഭ ലക്ഷ്യപ്രമേയം ആരംഭിച്ചു. 47 ജനുവരി 22. തുടർന്ന് 49 നവംബർ 26 ഭരണഘടനാ നിർമ്മാണ സഭ പുതിയ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകി. വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ പുതിയ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയത്, നിലവിൽ വന്നതല്ല, അംഗീകാരം നൽകിയത് 49 നവംബർ 26. നമ്മുടെ ആമുഖത്തിൽ പ്രിയാമ്പിളിൽ കാണുന്ന ഒരേ ഒരു ഡേറ്റ് ആണ് 49 നവംബർ 26 എന്ന് പറയുന്നത്. 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരികയും ഇന്ത്യ ഒരു പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് ആയിട്ട് മാറുകയും ചെയ്തു. ഭരണഘടന പ്രകാരം 1951-52 നടന്ന സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ ഒരു പാർലമെന്ററി ജനാധിപത്യ സംവിധാനം നിലവിൽ വരികയും ചെയ്തു. ഈ ബോക്സിലുള്ള എല്ലാ ക്വസ്റ്റ്യനും എന്താണ്? പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. 46 ഡിസംബർ 13 ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രവർത്തനം ഔപചാരികമായിട്ട് ആരംഭിക്കുന്നത്. ജവഹർലാൽ നെഹ്റു ആണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് അല്ലേ. 47 ജനുവരി 22 ഭരണഘടനാ നിർമ്മാണ സഭ ലക്ഷ്യപ്രമേയത്തെ അംഗീകരിച്ചു. 47 ജനുവരി 22 മറക്കരുത്. 46 ജനുവരി 22 ആകരുത്. 47 ജനുവരി 22. 47 കഴിഞ്ഞ് 49 നവംബർ 26 ഭരണഘടനാ നിർമ്മാണ സഭ പുതിയ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകി. എന്നാൽ 49 കഴിഞ്ഞ് 50 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്നത്. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടന്നത് 51-52. ഇനി സ്വതന്ത്ര ഇന്ത്യ നേരിട്ട വെല്ലുവിളികൾ വെരി ഇമ്പോർട്ടന്റ്. 100-ൽ 100% ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടത്. കോളനിവൽക്കരണത്തിന്റെ പ്രത്യാഘാതങ്ങൾ അനുഭവിച്ചിരുന്ന ഇന്ത്യ സ്വതന്ത്രമായപ്പോൾ നിരവധി വെല്ലുവിളികൾ നേരിടേണ്ടി വന്നു. അവയിൽ പ്രധാനപ്പെട്ട ഏതൊക്കെയാണ്? അഭയാർത്ഥികളുടെ പുനരധിവാസം അല്ലെ. ഒരുപാട് അഭയാർത്ഥികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നിട്ട് പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്കും ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്കും കുടിയേറി പാർക്കുന്ന സമയത്ത് അവർക്ക് പുനരധിവാസം കൊടുക്കണം. സ്വതന്ത്ര ഇന്ത്യ നേരിട്ട വെല്ലുവിളിയാണ്. നാട്ടുരാജ്യങ്ങളുടെ സംയോജനം, പോർച്ചുഗീസ് ഫ്രഞ്ച് അധീന പ്രദേശങ്ങളുടെ കൂട്ടിച്ചേർക്കൽ, പോർച്ചുഗീസ് ഫ്രഞ്ച് അധീന പ്രദേശങ്ങളെ കൂട്ടിച്ചേർക്കൽ, ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന, ഇന്ത്യൻ സമ്പദ്ഘടന ശക്തിപ്പെടുത്തൽ, സ്വതന്ത്രമായ ഒരു വിദേശ നയം രൂപപ്പെടുത്തൽ. ഈ വെല്ലുവിളികൾ നേരിടുന്നതിന് ഇന്ത്യ ഗവൺമെന്റ് രൂപീകരിച്ച നടപടികൾ ഓരോന്നായിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇന്ത്യയുടെ വിദേശ നയങ്ങളും നാട്ടുരാജ്യങ്ങളുടെ സംയോജനവും പുനഃസംഘടനാ നിയമങ്ങളും ഒക്കെ നമുക്ക് ഇനി ഈ ലെസണിൽ പഠിക്കാനുണ്ട്. എല്ലാ ലെസണും കൂടി ആ ലെസൺ ഒറ്റ ലെസൺ ഇന്ന് എടുത്തു കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ ഒരു അവിയൽ പരിവുമാകും. അതുകൊണ്ട് അതിന്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഇട്ടിരിക്കുന്നത്. ഇതിന്റെ ബാലൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. അപ്പൊ അഭയാർത്ഥികളുടെ പുനരധിവാസവും നാട്ടുരാജ്യങ്ങളുടെ സംയോജനവും പോർച്ചുഗീസ് ഫ്രഞ്ച് അധീന പ്രദേശങ്ങളുടെ കൂട്ടിച്ചേർക്കല്, ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന, ഇന്ത്യൻ സമ്പദ്ഘടന ശക്തിപ്പെടുത്തൽ, സ്വതന്ത്രമായ ഒരു വിദേശ നയം, ഇതൊക്കെ സ്വതന്ത്ര ഇന്ത്യ നേരിട്ട വെല്ലുവിളികളാണ്. ഇനി അഭയാർത്ഥികളുടെ പുനരധിവാസം നമുക്ക് ഇനി ഇത് ഓരോന്നായിട്ട് പഠിക്കാനുണ്ട് കേട്ടോ. ഇനി ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത് അഭയാർത്ഥികളുടെ പുനരധിവാസം. നോക്കൂ, ഇവിടെ ബംഗ്ലാദേശ് രൂപീകരണത്തെ കുറിച്ച് പറയുന്നുണ്ട്. 47 ഓഗസ്റ്റ് 15 ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണം അവസാനിച്ചപ്പോൾ അന്നത്തെ ബംഗ്ലാദേശ് ഉൾപ്പെടുന്ന ഭാഗം കിഴക്കൻ പാകിസ്ഥാൻ എന്ന് അറിയപ്പെട്ടിരുന്നു. ബംഗ്ലാദേശ് ഉൾപ്പെടുന്ന ഭാഗം ഏത് പാകിസ്ഥാനാണ്? കിഴക്കൻ പാകിസ്ഥാൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ നിന്ന് വിവേചനം നേരിട്ട കിഴക്കൻ പാകിസ്ഥാൻ 1971 സ്വാതന്ത്ര്യം നേടി ബംഗ്ലാദേശ് എന്ന രാജ്യമായിട്ട് മാറി. ഈ കിഴക്കൻ പാകിസ്ഥാന് പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ എന്തായിരുന്നു? വിവേചനമാണ് നേരിടേണ്ടി വന്നത്. കാരണം എന്താണ്? എന്താ കാരണം? ബംഗ്ലാദേശ് ഉൾപ്പെടുന്ന ഭാഗമാണ് കിഴക്കൻ പാകിസ്ഥാൻ അല്ലെ. പാകിസ്ഥാൻ എന്ന പേര് ണ്ടെങ്കിലും ബംഗ്ലാദേശ് ഉൾപ്പെടുന്ന ഭാഗമാണ് കിഴക്കൻ പാകിസ്ഥാൻ. അതുകൊണ്ട് തന്നെ ഈ കിഴക്കൻ പാകിസ്ഥാന് വിവേചനം നേരിടേണ്ടി വന്നു. ആരിൽ നിന്നും? പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ നിന്നും. എന്നാൽ 1971 പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ബംഗ്ലാദേശ് സ്വാതന്ത്ര്യം നേടിയത് എപ്പോ എന്ന് ചോദിക്കാറുണ്ട്. 1971
ഇനി അങ്ങനെ അഭയാർത്ഥികളുടെ പുനരധിവാസത്തിൽ നോക്കൂ, വിഭജനാനന്തരം പാകിസ്ഥാനിൽ നിന്നുള്ള 60 ലക്ഷത്തിലധികം ജനങ്ങൾ ഇന്ത്യയിൽ അഭയാർത്ഥികളായി മാറി. എങ്ങനെ ഇവരെ പുനരധിവസിപ്പിക്കും ഇന്ത്യക്കാര്? പറ്റുമോ? 60 ലക്ഷം എന്ന് പറയുമ്പോൾ ജനസംഖ്യയില്ലേ? ഈ അഭയാർത്ഥികളെ പുനരധിവസിപ്പിക്കാനുള്ള നടപടികൾ ഗവൺമെന്റ് സ്വീകരിച്ചു. 1951 ആയപ്പോഴേക്കും പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ നിന്നുള്ള അഭയാർത്ഥി പ്രശ്നം പൂർണ്ണമായും പരിഹരിക്കാൻ സാധിച്ചു. വിഭജന കാലത്ത് കിഴക്കൻ പാകിസ്ഥാനിൽ നിന്നുള്ള അഭയാർത്ഥി പ്രവേശം താരതമ്യേന കുറവായിരുന്നു. എങ്കിലും പിൽക്കാലത്തെ കിഴക്കൻ പാകിസ്ഥാനും പടിഞ്ഞാറൻ പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷങ്ങൾ മൂലം കിഴക്കൻ പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള അഭയാർത്ഥി പ്രവാഹം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് അല്ലെ. കിഴക്കൻ പാകിസ്ഥാൻ എന്ന് പറയുന്നത് ബംഗ്ലാദേശിന്റെ ഭാഗമായിട്ട് അവിടെ നിന്നും ഒരുപാട് അഭയാർത്ഥികൾ ഇന്ത്യയിലേക്ക് കുടിയേറി. 1971 ബംഗ്ലാദേശിന്റെ രൂപീകരണത്തോടെയാണ് പിന്നീട് ആ കിഴക്കൻ പാകിസ്ഥാൻ എന്തായി? ഒരു രാജ്യമായിട്ട് ബംഗ്ലാദേശ് എന്ന ഒരു രാജ്യമായി മാറുകയും സ്വാതന്ത്ര്യം നേടുകയും ചെയ്തു 1971. പിന്നെ എങ്ങനെ കുടിയേറി പാർക്കണോ? വേണ്ട അല്ലെ. അഭയാർത്ഥി പ്രവാഹം അവിടെ നിലച്ചു. അങ്ങനെ അത് കഴിഞ്ഞു. ഇനി നമ്മളെ രണ്ടാമത്തെ വെല്ലുവിളിയാണ് നാട്ടുരാജ്യങ്ങളുടെ സംയോജനം. നമ്മൾ നേരത്തെ പഠിച്ചില്ലേ സ്വതന്ത്ര ഇന്ത്യ നേരിട്ട വെല്ലുവിളികളിൽ ഒന്ന് അഭയാർത്ഥികളുടെ പുനരധിവാസം പഠിച്ചു. ഇനി രണ്ടാമത്തേത് നാട്ടുരാജ്യങ്ങളുടെ സംയോജനം. അതിൽ എന്തൊക്കെയാ പറയുന്നത്? 1947 ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമപ്രകാരം ഇന്ത്യയിൽ 565 നാട്ടുരാജ്യങ്ങൾക്ക് സ്വതന്ത്ര ഇന്ത്യയിലോ പാകിസ്ഥാനിലോ ചേരുവാനോ സ്വതന്ത്ര രാജ്യങ്ങളായി നിലനിൽക്കാനോ അധികാരം ഉണ്ടായിരുന്നു. അപ്പൊ 47 ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമപ്രകാരം ഇന്ത്യയിൽ എത്ര നാട്ടുരാജ്യങ്ങൾക്കാണ്? 505, 6 അപ്പുറത്തൊരു 5, അപ്പുറത്തും ഇപ്പുറത്തും 5, സെൻട്രൽ 6 കേട്ടോ. 565 നാട്ടുരാജ്യങ്ങൾക്ക് സ്വതന്ത്ര ഇന്ത്യയിലോ പാകിസ്ഥാനിലോ ഒന്നില്ലെങ്കിൽ സ്വതന്ത്ര ഇന്ത്യയിൽ ചേരാം അല്ലെങ്കിൽ പാകിസ്ഥാനിൽ ചേരാം. അവർക്ക് എന്താണ്? അതിനുള്ള അധികാരം ഉണ്ടായിരുന്നു. സ്വതന്ത്ര രാജ്യങ്ങളായി നിലനിൽക്കാനോ അധികാരമുണ്ടായിരുന്നു അല്ലെ. നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുക എന്നത് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ശ്രമകരമായ ഒരു ദൗത്യമായിരുന്നു. ഈ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കിയത് ആരാണ്? അന്ന് ഫസ്റ്റത്തെ സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന സർദാർ വല്ലഭായ് പട്ടേലും സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് സെക്രട്ടറി ആയിരുന്ന VP മേനോനും നയിച്ച സംഘമായിരുന്നു. വെരി ഇമ്പോർട്ടന്റ് ആണ് പുനഃസംഘടനയിൽ അല്ലെ. നാട്ടുരാജ്യങ്ങളുടെ പുനഃസംഘടനയില് ആരൊക്കെയായിരുന്നു? സർദാർ വല്ലഭായ് പട്ടേലും സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറി ആയിരുന്ന VP മേനോനും നയിച്ച സംഘമായിരുന്നു. ലയന കരാറിൽ, അതായത് ഇൻസ്ട്രുമെന്റ് ഓഫ് അസഷൻ അല്ലെ, ആ ലയന കരാറിൽ ഒപ്പുവെച്ച് ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ അവർ എല്ലാ നാട്ടുരാജ്യങ്ങളെയും ക്ഷണിച്ചു. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? അതായത് ഇപ്പൊ 47 സ്വാതന്ത്ര്യം കിട്ടി കഴിഞ്ഞ ശേഷം ഒരുപാട് അഭയാർത്ഥി പ്രവാഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ലെ. കുറെ നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അവർ ഒരു അനുമതി കൊടുത്തു. ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യയിൽ ചേരുക, അല്ലെങ്കിൽ നിങ്ങൾ ഒരു കാര്യം പാകിസ്ഥാനിൽ ചേരുക. അപ്പോ ഇന്ത്യയിലേക്ക് യൂണിയനിൽ ലയിപ്പിക്കാനായിട്ട് ഒരുപാട് നാട്ടുരാജ്യങ്ങളെ, എത്രയോളം? 565 നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്നു അല്ലെ. അതില് എന്താ പറയുന്നത്? ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുക എന്നത് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ശ്രമകരമായിട്ടുള്ള ഒരു ദൗത്യമായിരുന്നു. അപ്പോൾ ആ ദൗത്യം വിജയകരമാക്കണമെങ്കിൽ എന്തായിരിക്കണം? ഒരു ലയന കരാർ കൊണ്ടുവരണം അല്ലെ. ആ ലയന കരാറിന് നേതൃത്വം കൊടുത്ത വ്യക്തികളാണ് സർദാർ വല്ലഭായ് പട്ടേലും അന്നത്തെ സ്റ്റേറ്റിന്റെ ഡിപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറി ആയിരുന്ന VP മേനോന് നയിച്ച സംഘമാണ് ലയന കരാറിൽ ഒപ്പുവെച്ച് ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ അവർ എല്ലാ നാട്ടുരാജ്യങ്ങളിലെ ലയന കരാറിൽ ഒപ്പുവെക്കാൻ വേണ്ടിയിട്ട് എല്ലാ നാട്ടുരാജ്യങ്ങളെയും ആര് ക്ഷണിച്ചു? പട്ടേലും VP മേനോനും കൂടിയിട്ട് ക്ഷണിച്ചു. പക്ഷേ ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ അവർ എല്ലാ നാട്ടുരാജ്യങ്ങളെയും ക്ഷണിച്ചുവെങ്കിലും ജുനഗഡ്, കാശ്മീർ, തിരുവിതാംകൂർ, ഹൈദരാബാദ് എന്നീ നാട്ടുരാജ്യങ്ങളെ ഭരണാധികാരികൾ ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ചു. ഈ കാശ്മീരും ജുനഗഡും തിരുവിതാംകൂറും വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഒരുപാട് പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദ്യങ്ങൾ വരാറുണ്ട്. ജുനഗഡ്, കാശ്മീർ, തിരുവിതാംകൂർ, ഹൈദരാബാദ് എന്നീ നാട്ടുരാജ്യങ്ങളിലെ ഭരണാധികാരികൾ ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ചു. ഈ നാട്ടുരാജ്യങ്ങളെ അനുരഞ്ജന ചർച്ചകളിലൂടെയും സൈനിക നടപടികളിലൂടെയുമാണ് ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിച്ചത്. ഏതൊക്കെയാണ്? അനുരഞ്ജന ചർച്ചകൾ നടത്തി സൈനിക നടപടികളിലൂടെയൊക്കെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിച്ചു. ഇന്ത്യൻ യൂണിയനിൽ ചേർക്കപ്പെട്ട നാട്ടുരാജ്യങ്ങളിലെ ഭരണാധികാരികൾക്ക് പ്രിവി പേഴ്സ് അനുവദിച്ചു നൽകി.
ഇനി എന്താണ് പ്രിവി പേഴ്സ് എന്ന് പറയുന്നത്? ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിന്റെ ഭാഗമായി നാട്ടുരാജ്യങ്ങളിലെ രാജാക്കന്മാരുമായി, അതായത് ഇപ്പൊ തിരുവിതാംകൂർ, ജുനഗഡ്, കാശ്മീര്, ഹൈദരാബാദ് എന്നീ നാട്ടുരാജ്യങ്ങളാണ് വിസമ്മതിച്ച് നിന്നതെന്ന് പറയും അല്ലെ. അപ്പൊ ആ നാട്ടുരാജ്യങ്ങളിൽ ആരുണ്ടാകും? തിരുവിതാംകൂർ രാജാക്കന്മാരുണ്ടാകും, ജുനഗഡ് രാജാക്കന്മാര്, കാശ്മീർ രാജാക്കന്മാര്, ഹൈദരാബാദ് രാജാക്കന്മാരൊക്കെ ഉണ്ടാവും അല്ലെ. ആ രാജാക്കന്മാരുമായിട്ട് ചില കരാറുകളിൽ ഇന്ത്യ ഗവൺമെന്റ് ഒപ്പുവെച്ചു. ഇതിനെ തുടർന്ന് രാജാക്കന്മാർക്ക് അധികാരവും വരുമാനവും നഷ്ടപ്പെട്ടു. മനസ്സിലായോ? പ്രിവി പേഴ്സ് നിർത്തലാക്കി എന്നാ പറയും അല്ലെ. എന്താണ്? ഇതിനെ തുടർന്ന് രാജാക്കന്മാർക്ക് അധികാരവും വരുമാനവും നഷ്ടപ്പെട്ടു. ഇത് പരിഹരിക്കാനായി നാട്ടുരാജ്യങ്ങളിലെ ഭരണകുടുംബങ്ങൾക്ക് സർക്കാർ സാമ്പത്തിക സഹായമായി ഒരു നിശ്ചിത തുക നൽകി. ഇതാണ് പ്രിവി പേഴ്സ് എന്ന് അറിയപ്പെടുന്നത്. ഇതിന് ഭീമമായ തുക സർക്കാരിന് ചെലവായിരുന്നു. 1971 ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ, അപ്പൊ പ്രധാനമന്ത്രിയാകുന്ന കാലഘട്ടം ഇന്ദിരാഗാന്ധി 1971. 1971 പ്രത്യേകത നമ്മൾ നേരത്തെ എന്താ പഠിച്ച? ബംഗ്ലാദേശിന്റെ രൂപീകരണത്തിലേക്ക് വഴിവെച്ചത് അല്ലെ. 1971 ബംഗ്ലാദേശ് സ്വതന്ത്രമാകുന്നത്. അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിൽ ഭരണഘടനയുടെ 26ാം ഭേദഗതി പ്രകാരം പ്രിവി പേഴ്സ് നൽകുന്നത് നിർത്തലാക്കി. 26, വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. പ്രിവി പേഴ്സ് നിർത്തലാക്കിയത് 26ാം ഭേദഗതി പ്രകാരമാണ്. ഇനി ഫ്രഞ്ച് പോർച്ചുഗീസ് അധീന പ്രദേശങ്ങളുടെ മോചനം. അപ്പൊ നമ്മള് അഭയാർത്ഥികളുടെ പുനരധിവാസം പഠിച്ചു, നാട്ടുരാജ്യങ്ങളുടെ സംയോജനം പഠിച്ചു 2 അല്ലെ. പിന്നെ മൂന്നാമത്തത് അവിടെ ഏതാ വരുന്നത്? സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട വെല്ലുവിളികളിലെ ഫ്രഞ്ച് പോർച്ചുഗീസ് അധീന പ്രദേശങ്ങളുടെ മോചനം. 1947 ഇന്ത്യ ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വതന്ത്രമായതിനു ശേഷവും രാജ്യത്തെ ചില പ്രദേശങ്ങൾ വിദേശ ശക്തികളായ പോർച്ചുഗീസുകാരുടെയും ഫ്രഞ്ചുകാരുടെയും അധീനതയിലായിരുന്നു. ഇതിനെതിരെ അതത് പ്രദേശങ്ങളിൽ ജനകീയ സമരങ്ങൾ ശക്തമായി. തുടർന്ന് ഇന്ത്യ ഗവൺമെന്റിന്റെ അഭ്യർത്ഥന മാനിച്ച് ഫ്രാൻസ് 1954 ഇന്ത്യ വിട്ടുപോകാൻ തയ്യാറായി. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇന്ത്യയിൽ നിന്നും ഫ്രാൻസ് ഇന്ത്യ വിട്ടുപോയത് ഏത് വർഷം എന്ന് ചോദിക്കാറുണ്ട്. 1954 പഠിച്ചോ. തുടർന്ന് പോണ്ടിച്ചേരി, മാഹി, യാനം, കാരക്കൽ, ചന്ദ്രനഗർ എന്നീ ഫ്രഞ്ച് അധീന പ്രദേശങ്ങൾ കേന്ദ്ര ഗവൺമെന്റിന്റെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലാവുകയും ചെയ്തു. അപ്പൊ ഫ്രഞ്ച് അധിനിവേശ പ്രദേശങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഫ്രഞ്ച് അധിനിവേശ പ്രദേശങ്ങൾ പോണ്ടിച്ചേരി, മാഹി, യാനം, കാരക്കൽ, ചന്ദ്രനഗർ എന്നിവയാണ് ഫ്രഞ്ച് അധിനിവേശ പ്രദേശങ്ങൾ. പഠിച്ചല്ലോ. ഇനി പോർച്ചുഗീസുകാർ എപ്പോഴാണ് ഇന്ത്യയിൽ വിട്ടുപോയത്? 1961 കേട്ടോ. ഫ്രഞ്ചുകാർ 54 അത് കഴിഞ്ഞ് 1961 നമ്മുടെ ഇന്ത്യയിലേക്ക് ആദ്യം വരുന്നതും പോർച്ചുഗീസുകാരാണ്, അവസാനം ഇന്ത്യ വിട്ടുപോകുന്നത് പോർച്ചുഗീസുകാരാണ് കേട്ടോ. ഇന്ത്യയിലെ 61 പോർച്ചുഗീസുകാർ വിട്ടുപോയി. ഇനി പോർച്ചുഗീസുകാരുടെ അധിനിവേശ പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? ഗോവ, ദാമാൻ, ദിയു എന്നീ പ്രദേശങ്ങൾ വിട്ടു നൽകാൻ വിസമ്മതിക്കുകയും 1954 ജനകീയ സമരത്തെ തുടർന്ന്, ഇതൊന്ന് ശ്രദ്ധിക്കണേ, ജനകീയ സമരമാണ് കേട്ടോ. 54 ജനകീയ സമരത്തെ തുടർന്ന് ദാദ്ര നഗർ ഹവേലി പ്രദേശങ്ങളിലെ പോർച്ചുഗീസ് ആധിപത്യം അവസാനിക്കുകയാണ് ചെയ്തത്. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ഇവിടെ പോർച്ചുഗീസുകാർ ഇന്ത്യയിലെ തങ്ങളുടെ അധീനതയിൽ ഉണ്ടായിരുന്ന, അപ്പൊ പോർച്ചുഗീസ് അധിനിവേശ പ്രദേശങ്ങൾ ഗോവയും ദാമൻ, ദിയു എന്നീ പ്രദേശങ്ങൾ വിട്ടു നൽകാൻ വിസമ്മതിക്കുകയാണ്. എന്നാൽ 54 ജനകീയ സമരത്തെ തുടർന്ന് ദാദ്ര നഗർ ഹവേലി പ്രദേശങ്ങളിലെ പോർച്ചുഗീസുകാരുടെ ആധിപത്യം അവസാനിപ്പിക്കുകയും 1961 സൈനിക നടപടിയിലൂടെ ഗോവയും ദാമൻ, ദിയു എന്നീ പ്രദേശങ്ങൾ മോചിപ്പിക്കപ്പെടുകയും അവയെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുകയും ചെയ്തു. മനസ്സിലാകുന്നുണ്ടോ? ഇനി ഇപ്പൊ ഇവിടെ നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത് 1954 ഫ്രഞ്ചുകാര് എന്ത് ചെയ്തത്? ഇന്ത്യ വിട്ടുപോയത്. ഫ്രാൻസ് ഇന്ത്യ വിട്ടുപോയത് പഠിച്ചല്ലോ. ഇനി അതേപോലെ പഠിക്കേണ്ടത് ഫ്രഞ്ച് അധിനിവേശ പ്രദേശങ്ങൾ ഏതൊക്കെയാന്ന് പഠിക്കുക. മാഹി, യാനം, കാരക്കൽ, ചന്ദ്രനഗർ അത് പഠിച്ചു. എന്നിട്ട് എന്താ ചെയ്തത്? അവയെ നമ്മുടെ ഇന്ത്യക്കാർ എന്താ ചെയ്ത? കേന്ദ്ര ഗവൺമെന്റിന്റെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലാക്കി. കേന്ദ്ര ഗവൺമെന്റിന്റെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലാക്കി. ഇത്രയും കാര്യങ്ങൾ ഫ്രാൻസിന്റെ പഠിക്കാം. ഇനി പോർച്ചുഗീസുകാർ ഇന്ത്യ വിട്ടുപോയത് എപ്പോഴാണ്? 1961 പോർച്ചുഗീസുകാരുടെ അധിനിവേശ പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? ഗോവയും ദാമൻ, ദിയു. ഇത് രണ്ടും വേറെ വേറെയാണ് കേട്ടോ. ഗോവ, ദാമൻ, ദിയു. മനസ്സിലായോ? ഇനി ഈ ഗോവ, ദാമൻ, ദിയു പോർച്ചുഗീസുകാർ ഇന്ത്യക്ക് വിട്ടുകൊടുത്തില്ല. അപ്പൊ വിട്ടു കൊടുക്കാതിരുന്ന സമയത്ത് 54 61 പോയി. പക്ഷെ 1954 കാലഘട്ടത്തില് എന്ത് ചെയ്തിട്ടുണ്ട്? ജനകീയ സമരം. ഇത് നോട്ട് ചെയ്യണേ കേട്ടോ. സ്റ്റേറ്റ്മെന്റിലൊക്കെ ഇങ്ങനത്തെ ചോദ്യങ്ങളാണ് വരിക. ജനകീയ സമരത്തെ തുടർന്നിട്ട് ദാദ്ര നഗർ ഹവേലി പ്രദേശങ്ങളിലെ
പോർച്ചുഗീസുകാരുടെ ആധിപത്യം അവസാനിപ്പിച്ചു. നാളെ ഒരു എക്സാമിന് ക്വസ്റ്റ്യൻ വരാം. നാളെ എങ്ങനെ വരാം? പോർച്ചുഗീസ് അധിനിവേശ പ്രദേശമായ ദാദ്ര നഗർ ഹവേലി പ്രദേശങ്ങൾ എന്തിനെ തുടർന്നിട്ടാണ് പോർച്ചുഗീസുകാരുടെ ആധിപത്യം അവസാനിപ്പിച്ചു ചോദിച്ചാൽ ജനകീയ സമരത്തെ തുടർന്നിട്ട് 54. 1961 ഇവിടെ ജനകീയ സമരം പഠിച്ചല്ലോ. ഇനി 61 സൈനിക നടപടിയിലൂടെ, ഏതിലൂടെയാണ്? സൈനിക നടപടിയിലൂടെയാണ് ഗോവയെയും ദാമനെയും ദിയുവിനെയും മോചിപ്പിച്ചിട്ട് ഇന്ത്യയുടെ ഭാഗമാക്കിയത്. ഗോവ, ദാമൻ, ദിയു സൈനിക നടപടി. ജനകീയ സമരത്തെ തുടർന്ന് ദാദ്രയും നഗർ ഹവേലിയും പിടിച്ചടക്കി. ഓക്കെ, നെക്സ്റ്റ് വൺ. നമ്മൾ ഇനി അടുത്തത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട വെല്ലുവിളികളിൽ അടുത്തൊരു പ്രശ്നമായിരുന്നു ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന. ഭാഷാ പ്രവിശ്യകൾ രൂപീകരിച്ചാൽ അത് പ്രാദേശിക ഭാഷകൾക്കുള്ള ഒരു പ്രോത്സാഹനമായിരിക്കും. ശരിയാണ് അല്ലെ? ഇപ്പൊ നമുക്കറിയാം ഓരോരോ സ്റ്റേറ്റ്, ഇപ്പൊ നമ്മുടെ കേരളം സ്റ്റേറ്റ് ഉണ്ട് അല്ലെ, മലയാള ഭാഷ പ്രാധാന്യം, പശ്ചിമ ബംഗാളിന്റെ ബംഗാളി ഭാഷ അല്ലെ, കർണാടകയുണ്ട് അവിടെ കർണാടക അല്ലെ. അപ്പോ എന്താണ് ഇതാകുന്ന സമയത്ത് അതാത് പ്രാദേശിക ഭാഷകൾക്കുള്ള പ്രോത്സാഹനമായിരിക്കും എന്ന് പറയുന്നത് ആരാണ്? ഗാന്ധിജിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ ആണ്, ഉറപ്പാണ്. ഭാഷാ പ്രവിശ്യകൾ രൂപീകരിച്ചാൽ അത് പ്രാദേശിക ഭാഷകൾക്കുള്ള ഒരു പ്രോത്സാഹനമായിരിക്കും. അത് നമ്മുടെ സ്വന്തം നമ്മുടെ രാഷ്ട്രപിതാവാണ് കേട്ടോ. നമ്മുടെ രാജ്യത്തെ ഭൂരിഭാഗം സംസ്ഥാനങ്ങളും എന്തിന്റെ അടിസ്ഥാനത്തിലാണ് രൂപീകരിക്കപ്പെട്ടത്? എന്തിന്റെ അടിസ്ഥാനത്തിലാ? ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട സംസ്ഥാനങ്ങളാണ് അല്ലെ. നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിലെ ഔദ്യോഗിക ഭാഷ ഏതൊക്കെയാണ്? തമിഴ്നാട്ടിലേത് ഭാഷയാ? തമിഴല്ലേ. കേരളത്തിലേതാ? മലയാളം അല്ലേ. അപ്പൊ ഇതൊക്കെയാണ് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിലേക്ക് എത്തിച്ചേർന്ന ഘടകങ്ങൾ. ഇന്ന് നമ്മുടെ ഭൂരിഭാഗം സംസ്ഥാനങ്ങളും ഭാഷയുടെ അടിസ്ഥാനത്തിലാണ് രൂപീകരിക്കപ്പെട്ടത്. നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലെ. എന്നാൽ സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് രാജ്യത്തെ ഭരണപ്രദേശങ്ങളിലെ അതിരുകൾ അല്ലെങ്കിൽ പ്രവിശ്യകൾ രൂപീകരിക്കപ്പെട്ടത് ഇത്തരം മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നില്ല. ആശയവിനിമയത്തിനും സംസ്കാര രൂപീകരണത്തിനും ഭാഷയ്ക്ക് ശക്തമായ സ്വാധീനമുള്ളതിനാൽ ഭാഷാ അടിസ്ഥാനത്തിലാവണം ഭരണപ്രദേശങ്ങൾ നിർണയിക്കപ്പെടേണ്ടത് എന്ന് ശക്തമായ വാദം സ്വാതന്ത്ര്യ സമര കാലത്ത് തന്നെ ഉയർന്നു വന്നിരുന്നു. ദേശീയ പ്രസ്ഥാനത്തിലേക്ക് ജനങ്ങളെ കൂടുതൽ അടുപ്പിക്കുന്നതിനായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാതൃഭാഷയ്ക്ക് ഊന്നൽ നൽകിയാണ് ആശയങ്ങൾ പ്രചരിപ്പിച്ചത് കേട്ടോ. 1920 നാഗ്പൂർ കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ച് ഭാഷാ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ചു. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഏത് സമ്മേളനത്തിൽ വെച്ചിട്ടാണ് ഭാഷാ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ചത് എന്ന് ചോദിച്ചാൽ 1920 നാഗ്പൂർ കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചിട്ടാണ് കേട്ടോ. സ്വതന്ത്രാനന്തരം സംസ്ഥാനങ്ങളെ ഭാഷാടിസ്ഥാനത്തിൽ പുനഃസംഘടിപ്പിച്ചതുമായി ബന്ധപ്പെട്ട പ്രധാന ഘട്ടങ്ങൾ മക്കളെ സ്പീഡ് കൂട്ടി കാണല്ലേ, സ്ലോ ആക്കി കാണുക കേട്ടോ. ഒരു ദിവസം നിങ്ങൾക്ക് ഒരു അരമണിക്കൂറല്ലേ ചെലവാക്കണ്ടുള്ളൂ. ഇന്ത്യൻ ഹിസ്റ്ററിന്ന് 10 മാർക്ക് കിട്ടില്ലേ? കേരള ഹിസ്റ്ററിന്ന് 10 കിട്ടില്ലേ? കോൺസ്റ്റിറ്റ്യൂഷന് 10 കിട്ടില്ലേ? ഈസി ആയിട്ട് 30 മാർക്ക് വാങ്ങിക്കണ്ടേ? വാങ്ങിക്കണം. മനസ്സിലായോ? അപ്പൊ അതിനുവേണ്ടി എന്ത് ചെയ്യണം? പറയുന്ന കാര്യങ്ങള് ഞാൻ ഓരോ പോയിന്റ് ഞാൻ നേരത്തെ സൈനിക നടപടി, ജനകീയ സമരം എന്നൊക്കെ എടുത്തെടുത്ത് പറയാൻ കാരണം അങ്ങനെയാണ് ചോദ്യങ്ങൾ വരിക കേട്ടോ. നിങ്ങൾ ഒരിക്കലും ഇതിനെ തള്ളിമാറ്റി കളയല്ലേ കേട്ടോ. ക്ലാസ്സുകളിനെ തള്ളിമാറ്റി കളി ചെറിയ ലാഘവത്തോടെ പഠിക്കരുത്. മാർക്ക് പോയി കിട്ടും കേട്ടോ. അതുകൊണ്ട് ഇങ്ങനെ തരുന്ന പോയിന്റുകളെ വ്യക്തമായിട്ട് പഠിക്കണം കേട്ടോ. സ്വാതന്ത്ര്യാനന്തരം സംസ്ഥാനങ്ങളെ ഭാഷാടിസ്ഥാനത്തിൽ പുനഃസംഘടിപ്പിച്ചതുമായി ബന്ധപ്പെട്ട ഘട്ടങ്ങൾ പഠിച്ചു വെക്കണേ. ഒന്നാമത്തെ പഠിച്ചോ. സംസ്ഥാന പുനഃസംഘടനയെ പറ്റി പഠിക്കാൻ ഫസ്റ്റ് കൊണ്ടുവന്നത് ഏത് കമ്മീഷനാ? ഏത് അധ്യക്ഷനായിട്ടുള്ള? എസ്.കെ. ദർ അധ്യക്ഷനായ 1948 ഒരു ഭാഷാ പ്രവിശ്യ കമ്മീഷനെ ഭരണഘടനാ നിർമ്മാണ സമിതി നിയമിച്ചു. അപ്പൊ ആദ്യം കൊണ്ടുവന്നത് എസ്.കെ. ദർ ആണ് കേട്ടോ. എസ്.കെ. ദർ അധ്യക്ഷനായിട്ടുള്ള ഏതാണ് 48 വർഷത്തിലെ ഭാഷാ പ്രവിശ്യ കമ്മീഷൻ. അത് കഴിഞ്ഞ് ഭാഷാ സംസ്ഥാനങ്ങൾ വേണമെന്ന ശക്തമായ ആവശ്യത്തെ പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായിട്ട് ജവഹർലാൽ നെഹ്റുവും സർദാർ വല്ലഭായി പട്ടേലും പട്ടാഭി സീതാരാമ എന്നിവർ ചേർന്നിട്ട് എന്ത് ചെയ്തു? അത് ഇവരെ JVP കമ്മിറ്റി ഇല്ലേ, JVP ആരാ? ജവഹർലാൽ നെഹ്റു, വല്ലഭായി പട്ടേല്, പിന്നെ പട്ടാഭി സീതാരാമയ്യ, JVP കമ്മിറ്റി കേട്ടോ. അവരെ 48 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നിയോഗിച്ചു. മനസ്സിലായോ? ഇവിടെ എസ്.കെ. ദർ അധ്യക്ഷനായിട്ട് 48 ഭരണഘടനാ നിർമ്മാണ സമിതിയാണ് നിയമിച്ചത്. എന്നാൽ ഇവിടെ കോൺഗ്രസ് JVP കമ്മിറ്റി നിയമിച്ചു 48 കേട്ടോ. ഇനി തെലുങ്ക് ഭാഷ സംസാരിക്കുന്നവർക്ക് പ്രത്യേക ആന്ധ്ര സംസ്ഥാനം വേണമെന്ന ആവശ്യം ഉയർന്നു വരികയും 52 ഈ ആവശ്യം ഉന്നയിച്ച് പോറ്റി ശ്രീരാമലു നിരാഹാര സമരം ചെയ്ത്
മരണം കൈവരിക്കുകയും ചെയ്തു. അപ്പൊ ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കണമെന്ന് തെലുങ്ക് ഭാഷ സംസാരിക്കുന്നവർക്ക് വേണ്ടി ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കുന്നതിന് വേണ്ടി നിരാഹാരം അനുഷ്ഠിച്ച വ്യക്തിയാണ് പോറ്റി ശ്രീരാമലു. 52-ലാണ് ഈ പ്രക്ഷോഭത്തിന്റെ ഫലമായിട്ട് 53 ഒക്ടോബർ 1 അദ്ദേഹം എന്താണ് നിരാഹാര സമരം ചെയ്ത് അദ്ദേഹം മരണം വരിക്കുന്നുണ്ട് കേട്ടോ. തുടർന്ന് വന്ന പ്രക്ഷോഭം, മരണം വരിച്ചു കഴിഞ്ഞാൽ പ്രക്ഷോഭം ഒന്നും കൂടി കൂടില്ലേ. അങ്ങനെ 53 ഒക്ടോബർ 1 ആന്ധ്ര സംസ്ഥാനം നിലവിൽ വന്നു. വെരി 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 ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 53 ഒക്ടോബർ 1 ആന്ധ്ര സംസ്ഥാനം നിലവിൽ വന്നു. അടുത്തത് ജസ്റ്റിസ് ഫസൽ അലി. മനസ്സിലായോ? ഫസ്റ്റ് SK ധർ 48 പഠിച്ച ഭരണഘടനാ നിർമ്മാണ സമിതി നിയമിച്ചത്. പിന്നെ JVP കമ്മിറ്റി 48 തന്നെ കോൺഗ്രസ് നിയോഗിച്ചത്. പിന്നെ 52 തെലുങ്ക് ഭാഷ സംസാരിക്കാൻ വേണ്ടിയിട്ട് ആന്ധ്ര സംസ്ഥാനം അല്ലെ, തെലുങ്ക് ഭാഷ സംസാരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു ആന്ധ്ര സംസ്ഥാനം, അത് പോറ്റി ശ്രീരാമലുവാണ്. അതിന്റെ ഭാഗമായിട്ട് 53 ആന്ധ്ര സംസ്ഥാനം നിലവിൽ വന്നു. അങ്ങനെ അത് കഴിഞ്ഞു. ജസ്റ്റിസ് ഫസൽ അലിയുടെ നേതൃത്വത്തിൽ, വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്, ഫസൽ അലിയുടെ നേതൃത്വത്തിൽ സർദാർ KM പണിക്കരും HN കുൻസ്രു എന്നിവരുടെ ഉൾപ്പെടുത്തിയിട്ട് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനെ 53 കേന്ദ്ര ഗവൺമെന്റ് നിയമിച്ചു. 53 വെരി 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 ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. 53 കേന്ദ്ര സർക്കാർ നിയോഗിച്ച ആരധ്യക്ഷനായിട്ടുള്ളതാണ് ഫസൽ അലിയുടെ നേതൃത്വത്തിൽ മലയാളിയായിട്ടുള്ള സർദാർ KM പണിക്കർ ഉൾപ്പെട്ട HN കുൻസ്രു കൂടെ ഉൾപ്പെടുത്തിയ ഒരു സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ, സ്റ്റേറ്റ് റെക്കഗ്നൈസേഷൻ കമ്മീഷനെ 1953 കേന്ദ്ര സർക്കാർ നിയോഗിച്ചു. അതിന്റെ ഫലമായി 56 സംസ്ഥാന പുനഃസംഘടനാ ബില്ല് പാർലമെന്റ് പാസാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ 1956 നവംബർ 1 14 ഭാഷാ സംസ്ഥാനങ്ങളും അന്ന് രൂപീകരിച്ച 56 സംസ്ഥാന പുനഃസംഘടനാ നിയമപ്രകാരം എത്ര സംസ്ഥാനങ്ങളാണ് വന്നത്? 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണം. എപ്പോഴും ചോദിക്കാറുണ്ട് 14ഉം 6ഉം കേട്ടോ. 56 നവംബർ 1 14 സ്റ്റേറ്റുകളും 6 യൂണിയൻ ടെറിട്ടറീസുമാണ് രൂപീകൃതമായത്. ഇന്ന് എത്ര സ്റ്റേറ്റാ? 28 സ്റ്റേറ്റ്. എത്ര യൂണിയൻ ടെറിട്ടറി? 8. ഇവിടെ കണ്ടല്ലോ, പട്ടാഭി സീതാരാമയ്യ ഫസൽ അലിയുടെ അധ്യക്ഷത്തിലാണ് കേട്ടോ. ഫസൽ അലി വെരി ഇമ്പോർട്ടന്റ് ആളായാണ്. 56 കേട്ടോ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ അധ്യക്ഷൻ ഫസൽ അലി. അതിലെ മലയാളിയാണ് സർദാർ KM പണിക്കർ, HN കുൻസ്രു. ഇനി അടുത്ത ഇതെന്തായിരുന്നു? സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട വെല്ലുവിളിയിൽ അടുത്തത് ഏതായിരുന്നു നമ്മൾ പഠിച്ചത്? ഇന്ത്യൻ സമ്പദ്ഘടന ശക്തിപ്പെടുത്തൽ. ആ ഇന്ത്യൻ സമ്പദ്ഘടന ശക്തിപ്പെടുത്തൽ നോക്കിക്കേ. നാം രാഷ്ട്രീയമായി സ്വതന്ത്രരായിരിക്കാം അല്ലെ, എന്നാൽ നമ്മുടെ സ്വാതന്ത്ര്യത്തിനായിട്ടുള്ള പോരാട്ടം ആ പദത്തിന്റെ ഏത് ശരിയായ പൊരുൾ പ്രകാരവും അവസാനിച്ചിട്ടില്ല. അതിന്റെ സാമ്പത്തിക വിവക്ഷ പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല. 49 ജവഹർലാൽ നെഹ്റു മുഖ്യമന്ത്രിമാർക്ക് എഴുതിയ പ്രത്യേക കത്താണ്. ഇനി നമുക്ക് ഇന്ത്യൻ സമ്പദ്ഘടനയെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. ഭരണപരിഷ്കരണങ്ങൾ നമുക്ക് പഠിക്കാറുണ്ട്. ചേരിചേരാ നയം പഠിക്കാറുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഇന്ത്യയുടെ വിദേശ നയങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഇതൊക്കെ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം, ഈ ലെസന്റെ ബാലൻസ് ആയിട്ട് കേട്ടോ. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. എടുക്കുന്ന രീതിയിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പറയാ. സൗമ്യക്കുട്ടി പറഞ്ഞു എനിക്ക് പഠിക്കാൻ കഴിയുന്നില്ല, ഇതിൽ കൂടുതലായി. അങ്ങനെ പറയരുത്. നല്ലൊരു സർവീസിലേക്ക് എത്തണ്ടേ. അതൊരിക്കലും ഒരു മണിക്കൂർ 30 മാർക്കിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വരാൻ പോകുന്ന പ്രിലിംസ് എക്സാം ആയിക്കോട്ടെ, മെയിൻസ്, ഞാൻ ഇവിടെ പ്രിലിംസിന് വേണ്ടിയിട്ടല്ല കേട്ടോ എടുക്കുന്നത്, മെയിൻസ് എക്സാമിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പോ 30 മാർക്ക് വേണ്ടടാ. 30 മാർക്കിന് ഒരു ദിവസം 1 മണിക്കൂർ നിനക്ക് സമയം ഒന്ന് ഊന്നിയിരിക്കാൻ വയ്യ സൗമ്യക്കുട്ടിയെ. അങ്ങനെ പറയരുത് കേട്ടോ. ഏതൊരു കൂടുതലാണ് ക്ലാസ് എടുക്കുന്നത് അങ്ങനെ പറയരുത്. നന്നായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാൻ നല്ലൊരു സർവീസിലേക്ക് എത്തണം കേട്ടോ. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.